ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. അച്ഛൻ്റെ കൂടെ ഒരു ദിവസം പുറത്തേക്ക് പോയപ്പോഴേ ഒരു മത്സ്യകന്യകയുടെ ഫോട്ടോ കണ്ടു. അപ്പം പിന്നെ അങ്ങോട്ട് പോയോന്നായി ചിന്ത. അവിടെ എത്തിയപ്പോഴേ ടിക്കറ്റ് എടുക്കണമായിരുന്നു കേട്ടാ. പൊരിഞ്ഞ വെയിലായിരുന്നു. കയറി ചെന്ന പാടെ വലിയൊരു മീനിൻ്റെ ഫോട്ടോ കണ്ടു. എൻ്റെ പോക്ക് കണ്ട മത്സ്യകന്യകയാണ് ആദ്യം ഇരിക്കണേന്ന് വിചാരിച്ച. പക്ഷെ അവരെന്നെ പറ്റിച്ചു. ഞാൻ നോക്കിയപ്പോഴേ രണ്ട് സൈഡിലും നിറയെ മീനിൻ്റെ പടങ്ങൾ മാത്രം. ഞാൻ മത്സ്യകന്യക തേടി അങ്ങോട്ട് നടന്നു. എനിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാനൊരു കാര്യം വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ സാധനം കാണണം ഫസ്റ്റ് എന്ന്. അല്ലാണ്ട് ഞാൻ ചുറ്റുള്ളതൊന്നും കാണില്ല, നോക്കൂല. അതുകൊണ്ട് തന്നെ കൂടെ വരുന്നവരെ എന്നെ പിടിച്ചു നിർത്തി കാണിക്കും. ഇവിടുത്തെ പിള്ളേർത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കാണണ്ടായിരുന്നു. പെൻഗ്വിനും എലിഫൻറ്റും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്നോന്റെ വീടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ കുതിരയും ആടും എല്ലാതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്നോൻ്റെ വീട്ടിൽ ഒരു മാല ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറെ അങ്ങനത്തെ വീട്ടിലും പൂവ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയൊക്കെ നടന്നു കേട്ടും ഞാൻ മത്സ്യകന്യകയെ കണ്ടില്ല കേട്ടോ. പിന്നെയാണ് ഈ സൈഡിലുള്ള മീനിനൊക്കെ ഞാൻ കണ്ടത്. കുറേ വെറൈറ്റി മീനുണ്ടായിരുന്നു കേട്ടാ. അതില് ഒരു മീനില് ഒട്ടിപ്പിടിച്ച് കിടക്കണു ചില്ലുമ്മ. പിന്നെ ഒരു വലിയ മീനുണ്ടായിരുന്നു കേട്ടാ. ഇതൊക്കെ കാണെങ്കിലും എനിക്ക് മനസ്സിൽ മൊത്തം മത്സ്യകന്യക തന്നെയായിരുന്നു. അതിന് ശേഷാട്ടോ ഇതിൻ്റെ ഉള്ളിക്ക് കിടന്നേ ശരിക്കും കടലിൻ്റെ അടിയിൽ കൂടെ പോണ പോലെ നമ്മളെ ചുറ്റും മീനുകൾ സൈഡിലും മുകളിലും ഒക്കെ. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് കണ്ടു ഞാൻ ഇതിനെ പോലത്തെ മീൻ. അപ്പോഴാണ് അവിടെ കുറേ ആൾക്കാർ കൂടിയേക്കളാണ്ടത്. ഞാൻ അങ്ങടെ എത്തി പിടിച്ചു. അപ്പണ്ടാ മത്സ്യകന്യക ഉണ്ട് അങ്ങട്. അപ്പം എനിക്ക് നല്ല സന്തോഷമായിട്ടാ. ഇത് കാണാനുള്ള ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. എന്ത് ഭംഗിയാലത് പോണ കാണാൻ. അവരിടയ്ക്കിടയ്ക്ക് മോളിക്ക് പോകണ്ടായിരുന്നു കേട്ടാ. എനിക്ക് ടാറ്റയിലാണ്ട് പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പണ്ടവര് തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോൾ എനിക്കൊരു ഉമ്മ കിട്ടിയിട്ടാ. അങ്ങനെ പോണ വഴിക്ക് കുറേ കടകൾ കണ്ടു കേട്ടാ, എക്സ്പ്രഷൻ പോലെ. പക്ഷെ ഞാനൊന്നും വാങ്ങിയില്ല. പിന്നെ ഒരു പഞ്ഞിമിഠായി വാങ്ങി. അങ്ങനെ അതും കഴിച്ച് കടകളൊക്കെ കണ്ട് വണ്ടിയിൽ കയറി പോയിട്ടാ. പോണ വഴിക്ക് ഞാൻ ഇറക്കവും പാസ്സാക്കി. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.